ഹൗസിൽ ഒത്തിരി ഗസ്റ്റുകൾ ഇതുവരെ വന്നു പോയി. അഖിൽ മരാർ വന്നു, സെറീന വന്നു, പിന്നെ അഭിഷേക് വന്നു, ഇപ്പോൾ ദാ റിയാസും വന്നിട്ടുണ്ട്, ഷിയാസ്, ശോഭ എന്നിവരൊക്കെ. അവരെല്ലാം അവരുടേതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ക്ലിയറായിട്ട് കളിച്ച് ഹൗസ് മേറ്റ്സിനൊക്കെ എൻ്റർടൈൻ ചെയ്യിച്ച് ടിപ്സുകളൊക്കെ കൊടുത്തിട്ടാണ് പോയത്. ഇപ്പോൾ ഇവിടെ ഒരു ഗസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അതാരാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ റിയാസ്. ബിഗ് ബോസ് ഹൗസിൻ്റെ ചരിത്രത്തിൽ തന്നെ കയ്യൊപ്പ് വെച്ച ഒരു മത്സരാർത്ഥിയാണ്. എന്നാൽ ആ മത്സരാർത്ഥി നമ്മുടെ ഈ ഒരു ഹൗസിൽ കാണിച്ചു കൂട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ മൊത്തം വെറുപ്പിക്കലാട്ടോ. അതായത് കുറച്ച് പേരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പുള്ളിയുടെ ഒരു കളി. നമ്മുടെ ഷാനവാസിനെയും ലക്ഷ്മിയെയാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. കയറി വന്നപ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്മീനെ ഒന്നിട്ട് കുടഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിന്നു, അതങ്ങനെ ഐസായിട്ട് ഒഴിവായി പോയി. പിന്നെ ആൾ പിടിച്ചിരിക്കുന്നത് നമ്മുടെ അനീഷിനെയും ഷാനവാസിനെയാണ് കേട്ടോ. അനീഷിന് അത്ര കാര്യമായിട്ടില്ല, പക്ഷേ ഷാനവാസിനെ പിടിച്ചിരിക്കുകയാണ്. ഷാനവാസിനെതിരെ ഒരു ഗ്രൂപ്പ് കളി പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് പ്രേക്ഷകരായിട്ടുള്ള നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം അമ്മാതിരി ഒറ്റപ്പെടുത്തലും പണി കൊടുക്കലും ഒക്കെയാണ് നമ്മുടെ ഷാനവാസിന് ഈ റിയാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഹോട്ടലിലെ വർക്കറാണ് നമ്മുടെ ഷാനവാസ്. ഹോട്ടലിലെ ഓണറുടെ മോളാണ് ആദില ഫുൾ ക്യാരക്ടറിൽ തന്നെ കേട്ടോ. ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങുന്നേ ഇല്ല. കാരണം ആദിലയ്ക്ക് ഇതൊരു അവസരമായിട്ട് തന്നെ എടുത്തിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് പണിയൊക്കെ കൊടുത്ത് ഇങ്ങനെ നടക്കാമല്ലോ, നല്ല സുഖമാണല്ലോ. പക്ഷേ പണി കൊടുക്കുന്നത് ഇത് ഇത്തിരി ഓവറായി പോകുന്നുണ്ടോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ഇത് വൻ നെഗറ്റീവായിട്ടായിരിക്കും പുറത്തോട്ട് പോകാൻ പോകുന്നത്. അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. കാരണം എപ്പിസോഡൊക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. കാരണം അമ്മാതിരി പണിയാണ് നമ്മുടെ റിയാസിൻ്റെയും ലക്ഷ്മിയുടെയൊക്കെ ഒപ്പം നിന്നിട്ട് നമ്മുടെ ആദില ഷാനവാസിന് കൊടുക്കുന്നത്. ഷാനവാസിൻ്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ടൊക്കെ ആയിരുന്നു ആദില, അതൊക്കെ പണ്ട്. പക്ഷേ ഇപ്പോൾ 7ൻ്റെയും 8ൻ്റെയും പണിയൊക്കെയാണ് നമ്മുടെ ആദില കൊടുക്കുന്നത്. റിയാസ് അതിനനുസരിച്ച് നിൽക്കുന്നുണ്ട്. റിയാസ് വേസ്റ്റൊക്കെ എടുത്ത് താഴെ ഇടുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഷാനവാസിനെ കൊണ്ട് പറക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ വേസ്റ്റ് പറക്കലല്ലേ നിങ്ങളുടെ പണിയെന്നൊക്കെ ആദിൽ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അതിൽ വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുകയാണ്. ഷാനവാസം വിട്ടുകൊടുക്കുന്നില്ല. ഈ വേസ്റ്റിനെയൊക്കെ ഞങ്ങൾ കളഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും പറയുന്നുണ്ട് കേട്ടോ. അതിൽ 2-3 വളരെ നമ്മളെ വേദനിപ്പിക്കുന്ന കുറച്ച് വാക്കുകളൊക്കെ നമ്മുടെ ആദില പറയുന്നുണ്ട്. ടാസ്കിൻ്റെ ഭാഗമായാലും അത് കുറച്ച് ഹേർട്ടായിട്ടുണ്ട് നമ്മുടെ ഷാനവാസിന്. റിയാസിൻ്റെ പിന്നെ പറയുന്നുണ്ടല്ലോ, റിയാസ് ഒരാൾക്ക് പണി കൊടുക്കണം എന്ന് വിചാരിച്ചാൽ പണി കൊടുത്തിട്ടേ പോവുള്ളൂ. അപ്പോൾ നമ്മുടെ അനീഷ് പാവം ഷാനവാസിനെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അനീഷ് ഷാനവാസിൻ്റെ ഒപ്പം നിന്ന് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അനീഷ് ഷാനവാസിനോട് പറയുന്നുണ്ട് എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു അറ്റാക്കാണ്, അപ്പോൾ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി എന്ന് ഷാനവാസിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഷാനവാസ് അത് കേൾക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതൊന്നും അത്ര പിടിക്കുന്നില്ല. പിന്നെ അസിസ്റ്റൻറ്റ് മാനേജർമാരായിട്ടുള്ള നമ്മുടെ അനുമോളൊക്കെ ഈ ഷാനവാസിനോട് കുറച്ച് സിമ്പതി കാണിക്കുന്നതൊന്നും നമ്മുടെ അതിലേക്ക് പിടിക്കുന്നില്ല. എന്തായാലും ഷാനവാസിൻ്റെ അടുത്ത് നമ്മുടെ റിയാസിൻ്റെ കളിയൊന്നും നടക്കുന്നില്ല. കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ ഷാനവാസ്. എന്തായാലും ഷാനവാസിൻ്റെ സ്റ്റാറൊക്കെ തിരിച്ച് വാങ്ങിക്കാനുള്ള പ്ലാനൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ്. കാട്ടുതീയായിട്ട് തന്നെയാണ് നമ്മുടെ ഷാനവാസ് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചത്. റിയാസ് വന്നതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നതും നമ്മുടെ ഷാനവാസിന് തന്നെയാണ് കേട്ടോ.